യെസ്, ഫൈനലി ജോർജ് കുട്ടി, ദ റിയൽ ജോർജ് കുട്ടി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ടീസറിൽ കണ്ട ജോർജ് കുട്ടി അല്ല, ടീസറിൽ കണ്ട ദൃശ്യം 3 അല്ല. ഇത് വേറൊരു സാധനം. ദൃശ്യം 3 ദ ഒഫീഷ്യൽ ട്രെയിലർ. ഈ ഒരു സാധനത്തിന് വേണ്ടിയായിരുന്നു ദൃശ്യം ഫാൻസ്, മലയാളി പ്രേക്ഷകർ, ലാലേട്ടൻ ഫാൻസ് എല്ലാവരും കാത്തിരിക്കുന്നത്. ബിക്കോസ് ടീസർ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കറിയാം, അതൊരു ചെറുതൊരു സാധനമായിരുന്നു. പക്ഷെ ഇത് ഇപ്പൊ തന്നെ 6 ലക്ഷം വ്യൂസ് കഴിഞ്ഞു, 7 ലക്ഷം വ്യൂസ് കഴിഞ്ഞു, 1 മില്യണോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് 6 സെക്കൻഡിൽ ഒരു സാധനം. മക്കളെ, ഇതൊരു സംഭവമായിരിക്കും. ലെറ്റ്സ് ഗോ. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. സാധനം ജോർജ് കുട്ടീന്റെ വീട്. ഇയാളാണൊരു കില്ലാടിയാണ്. ചുമ്മാതാണോ പോലീസുകാർ പോലും ചുല്ലു പറഞ്ഞത്? എന്റെ മോനെ, ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. മോനെ, പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുണ്ട്. എന്താ മോനെ, യു വിറ്റ്നസ് ആളൊരു ഭൂതനാ. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ബട്ട് യു നെവർ സോ what it cost him. Oh my god. എന്താ മോനെ, ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായ ക്യാ ബാത് ഹൈ ഭായി. ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചാണ്. ജീതു ജോസഫ് മാൻ. എന്താ മോനെ, സർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന I want his full family members as soon as possible. man. Man. ഇനി അങ്ങനെയൊന്നും ദൃശ്യം ചിന്തിക്കണ്ട. 3 എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല മക്കളെ, തുടങ്ങാൻ പോന്നേ ഉള്ളൂ. എന്റെ മോനെ, തീ തീ തീ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മാത്രമല്ല, ഫസ്റ്റ് ദൃശ്യം ടീസർ കണ്ട എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇതല്ല സാധനം, ഇതല്ല സാധനം. ജിത്തു ജോസഫിന്റെ കയ്യിലുള്ള സാധനം ഇതല്ല, ലാലേട്ടന്റെ കയ്യിലുള്ള സാധനം ഇതല്ല ദൃശ്യം 3. അത് വെറുതെ ഇട്ടൊരു സാധനമായിരുന്നു. ഒരു പൾസ് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് വെറുതെ വിചാരിച്ചോട്ടെ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊന്തട്ടെ, ചർച്ചകൾ വരട്ടെ. എന്നിട്ട് ആൾക്കാർ പറഞ്ഞു തുടങ്ങി, ഇതെന്താണ്, സീരിയലാണോ, അതാണോ, ഇതൊന്നും ഒരു വികാരവും ഇല്ലാത്ത ടീച്ചറൊക്കെ ആയിരുന്നല്ലോ എന്ന്. എന്നിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട്, 2 ആഴ്ച കഴിഞ്ഞിട്ട് സംഭവം ദ റിയൽ, ദ ഒറിജിനൽ വൺ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇതാണ് സാധനം. 2 മിനിറ്റ് 6 സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു സിനിമ കാണുന്ന പോലെ ത്രില്ലിംഗ് സാധനം, സസ്പെൻസ്, ഗൂസ് ബംസ്, എന്തൊക്കെയാണ് ഹിഡൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മക്കളെ. തിയേറ്ററിൽ അതൊരു അനുഭവമായിരിക്കും. എനിക്ക് തോന്നുന്നു ദൃശ്യം 1 ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാണ്. ദൃശ്യം 2 നമ്മൾ ആർക്കും നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംഭവം നമുക്ക് അത് കിട്ടിയിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് മക്കളെ ഒഴുകും. ലാലേട്ടന്റെ ദ ആർമി, വീട്ടിലിരിക്കുന്ന കുറെ ആർമീസ് ഉണ്ട് ലാലേട്ടന്റെ, ദ കുടുംബം, ദ ഫാമിലി ഓഡിയൻസ്, അവർ ഒഴുകും തിയേറ്ററിലേക്ക്. നോക്കിക്കോ, ഇത് മാർക്ക് മൈ വേർഡ്സ്, ദിസ് ഈസ് ഗോണ ബി ദ ഇൻഡസ്ട്രി ഹിറ്റ്. അല്ലെങ്കിൽ അത് വേറെ ലെവലിലായിരിക്കും. ലാലേട്ടന്റെ മുകളിൽ ഒരു സ്ഥാനം ഇനി ആർക്കും വെക്കാൻ പറ്റൂല എന്നുള്ളത് വീണ്ടും തെളിയിക്കും ദൃശ്യം 3. അത് വേറെ ലെവലായിരിക്കും എന്നുള്ള 100% ഉറപ്പാണ്. ഈ ഒരു സാധനം ഇത് കണ്ടപ്പോൾ വേറെ എന്തൊക്കെയാ തോന്നുന്നു. ഈ ഒരു സാധനമാണ് ഞാനും എക്സ്പെക്ട് ചെയ്തത്. ദൃശ്യം 3 എന്ന് പറയുന്ന സമയത്ത് ഓരോ സീനും അവരെടുത്ത് വെച്ച് നോക്കി, ഓരോ സീനും സസ്പെൻസ് ആണ്. ഓരോ സീനും എന്തൊക്കെയോ അവസാനം ചോദിക്കണ്ടില്ലേ, കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് തുടങ്ങുന്നത്. എന്നും അവസാനിച്ചിട്ടില്ല രാമ എന്ന് പറയുന്നത് പോലെ ഒന്നും അവസാനിച്ചിട്ടില്ല. ജോർജിന്റെ ജീവിതത്തിൽ അവന് നഷ്ടപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ, നഷ്ടപ്പെടുത്തേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. സോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് യാതൊരു ഐഡിയ ഇല്ല. മെയ് 21 ലാലേട്ടന്റെ ബർത്ത്ഡേ കൂടിയാണ്. അന്നേ ദിവസം തിയേറ്ററിൽ ആദ്യത്തെ ഷോയിലെ കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്താണ് പ്രേക്ഷകരുടെ ഒരു സംഭവം എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു പോസിറ്റീവ് സാധനം, ദൃശ്യം, ഒറിജിനൽ ദൃശ്യത്തിന്റെ സാധനം കേറി വന്ന് കഴിഞ്ഞാൽ മക്കളെ പിന്നെ ഒന്നും നോക്കണ്ട. തവിട് പൊടി ബോക്സ് ഓഫീസ്
ക്ലീൻ ഔട്ട്, ബൗൾഡ് എന്ന് പറയുന്ന പോലെ വേറെ ഒന്നും പറയാനില്ല മക്കളെ. വേറെ റെക്കോർഡും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ വരുന്ന വഴി നമുക്ക് കാണാം. ഏതായാലും ഒരു 10 ദിവസം കൂടിയേ ഉള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം. ദൃശ്യത്തിന്റെ വരവായി, ജോർജ് കുട്ടിയുടെ വരവിനായി, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ, മോഹൻലാലിന്റെ വരവിനായി. സോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. The name guys, Baldan Beer Reacts.